ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നാടൻ ചൂരക്കറി എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുക എന്നുള്ള റെസിപ്പിയുമായിട്ടാട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം ആദ്യം ഒരു ചട്ടി അടുപ്പത്തോട്ട് വെച്ച് ഇത് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞിട്ടുണ്ട്, ഉലുവ വറുത്ത് പൊടിച്ചതാട്ടോ കാണുന്നേ. ആദ്യം തന്നെ നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി നല്ലതുപോലെ വഴണ്ട് കിട്ടുന്ന വരെ നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. അങ്ങനെ തക്കാളി നല്ല വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ശേഷം നമുക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ നിറമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. അടുത്തത് നമ്മൾ ഇടാൻ പോകുന്നത് കൊത്തിയരിഞ്ഞ ഇഞ്ചി കേട്ടോ. അങ്ങനെ കൊത്തിയരിഞ്ഞ ഇഞ്ചി നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതും കൂടെ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിൻ്റെ അരപ്പ് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് ഉലുവ, കുറച്ച് മല്ലി, ആവശ്യത്തിന് മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ നമുക്ക് നേരത്തെ ചെയ്തു വെച്ച മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിൻ്റെ പച്ച മണമൊക്കെ മാറി ഒരുവിധം ആയിട്ടുണ്ട്. ഇനി നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വെള്ളമേ ചേർക്കുന്നുള്ളൂ. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കറി എല്ലാ മീനിലും ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ടേസ്റ്റിയോടെ നമുക്കിത് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കുടംപുളി നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചൂരമീൻ ഇട്ട് കൊടുക്കാം. ശേഷം കറി എല്ലായിടത്തും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മീൻ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നവരെ മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. അങ്ങനെ കറി നല്ല തിളച്ച് കുറുകി വരുന്നുണ്ട് കേട്ടോ. അപ്പം കറി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി പിന്നെയും ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. ടേസ്റ്റിയോടെയുള്ള ചൂരക്കറി വളരെ എളുപ്പത്തിൽ നമ്മൾ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കറി ഏതൊരു ഐറ്റത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റി കേട്ടോ. പുട്ട്, ദോശ, ചപ്പാത്തി, ഇഡലി എന്നിങ്ങനെയുള്ള എല്ലാ ഐറ്റവും ഈ ഒരു കറി കൂട്ടി കഴിച്ചാൽ വളരെ നല്ലതാണ്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചൂരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ലവ് ആൻഡ് ബൈ.